नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 80. സുദാമ ബ്രാഹ്മണനെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു. പേജ് നമ്പർ 785. ഭക്തൻ നൽകുന്നതൊന്നും തന്നെ ഭഗവാന് ആവശ്യമില്ല. അദ്ദേഹം സ്വയം പര്യാപ്തനാണ്. ഭക്തൻ എന്തെങ്കിലും ഭഗവാനു നൽകുന്നുണ്ടെങ്കിൽ അത് അയാളുടെ സ്വന്തം താത്പര്യത്തിനു തന്നെയാണുതകുന്നത്. കാരണം ഭക്തൻ ഭഗവാനു നൽകുന്നതെന്തും അതിൻ്റെ 1,00,000 മടങ്ങായി തിരിച്ചു നൽകുന്നു. ഭഗവാനു സമർപ്പിക്കുന്നത് കൊണ്ട് ആർക്കും ഒന്നും നഷ്ടമാകുന്നില്ല. 1,00,000 മടങ്ങു ലാഭമേയുണ്ടാകുന്നുള്ളൂ. കൃഷ്ണനോട് അത്യന്തം കടപ്പാട് തോന്നിയ ബ്രാഹ്മണൻ ചിന്തിച്ചു, കൃഷ്ണൻ്റെ സൗഹൃദം നേടാനും അദ്ദേഹത്തിൻ്റെ സേവനത്തിൽ വ്യാപൃതനാകാനും ജന്മജന്മാന്തരങ്ങൾ സ്നേഹവാത്സല്യങ്ങളോടെ അദ്ദേഹത്തിൽ സമർപ്പിതാത്മാവായി തീരാനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഐശ്വര്യ സമൃദ്ധികൾ ഒന്നും വേണ്ട. അദ്ദേഹത്തെ സേവിക്കാൻ മറക്കരുതെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരുമായി എനിക്ക് സമ്പർക്കമുണ്ടാകണം. എൻ്റെ മനസ്സും പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ സേവനത്തിൽ നിരതമാകട്ടെ. അമിതമായ ധനൈശ്വര്യങ്ങൾ മൂലം പല രാജാക്കന്മാരും തങ്ങളുടെ ഉന്നത പദവികളിൽ നിന്ന് പതിച്ചു പോകുന്നതു പരമപുരുഷനായ ഭഗവാൻ കൃഷ്ണനറിയാം. അതിനാൽ അല്പം ചില ധനൈശ്വര്യങ്ങൾ ഭക്തന്മാർ ആവശ്യപ്പെട്ടാൽ പോലും ചിലപ്പോൾ അദ്ദേഹം കൊടുക്കില്ല. ഭക്തന്മാരുടെ കാര്യത്തിൽ അദ്ദേഹത്തിനു വളരെ കരുതലുണ്ട്. ഭക്തിയുത സേവനത്തിൽ പക്വത പ്രാപിക്കാത്ത അവസ്ഥയിലുള്ള ഭക്തന് ധനം നൽകിയാൽ ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നതുകൊണ്ട് അയാൾക്കു പതനം സംഭവിച്ചാലോ എന്നു കരുതി ഭഗവാൻ അയാൾക്കു ധനം നൽകില്ല. അദ്ദേഹത്തിൻ്റെ പ്രഥമ താത്പര്യം അയാൾക്കു പതനം സംഭവിക്കരുതെന്നാണ്. പക്വബുദ്ധിയില്ലാത്ത പുത്രൻ്റെ കയ്യിൽ ഏറെ പണം നൽകാത്തവനും പിൽക്കാലത്ത് പുത്രൻ വളർന്നു വലുതായി പണം കൈകാര്യം ചെയ്യേണ്ടതെങ്ങനെയെന്നു മനസ്സിലാക്കി കഴിയുമ്പോൾ ഭണ്ഡാരപ്പുര മുഴുവനും ഏൽപ്പിച്ചു കൊടുക്കുന്നവനുമായ അഭ്യുദയകാംക്ഷിയായ പിതാവിനെപ്പോലെയാണ് അദ്ദേഹം. ഭഗവാനിൽ നിന്നു കിട്ടിയ ഐശ്വര്യ സമൃദ്ധികൾ അമിതമായ സുഖാനുഭവങ്ങൾക്കു വേണ്ടി ഉപയോഗിക്കാതെ ഭഗവത് സേവനത്തിനു വേണ്ടി വേണം ഉപയോഗിക്കാൻ എന്ന തീരുമാനത്തിലാണ് ജ്ഞാനിയായ ബ്രാഹ്മണൻ എത്തിച്ചേർന്നത്. പുതുതായി കിട്ടിയ ധനൈശ്വര്യങ്ങൾ ഒരു ത്യാഗമനോഭാവത്തോടെ അദ്ദേഹം സ്വീകരിച്ചു. അങ്ങനെ വിഷയസുഖങ്ങളിൽ ആസക്തിയില്ലാതെ
ഐശ്വര്യ സമൃദ്ധികൾ ഭഗവത് പ്രസാദമായി സ്വീകരിച്ച് ഭാര്യയുമൊത്ത് ശാന്തമായി ജീവിതം നയിച്ചു. അനേകം ഭോജ്യങ്ങൾ ഭഗവാനു സമർപ്പിച്ച ശേഷം പ്രസാദമായി സ്വീകരിച്ചാണ് അദ്ദേഹം ആസ്വദിച്ചിരുന്നത്. അതുപോലെ ഭഗവാന്റെ കാരുണ്യത്താൽ ഭൗതികമായ സമ്പത്ത്, കീർത്തി, അധികാരം, വിദ്യാഭ്യാസം, സൗന്ദര്യം തുടങ്ങിയ ഐശ്വര്യങ്ങൾ നമുക്ക് കൈവന്നാൽ അവയെല്ലാം വരദാനമായി കണക്കാക്കി അതൊക്കെ അദ്ദേഹത്തിൻ്റെ സേവനത്തിനായി ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മുടെ ധർമ്മമാണ്. അവയൊന്നും വിഷയസുഖങ്ങൾക്കു വേണ്ടി ചെലവാക്കാനുള്ളതല്ല. ജ്ഞാനിയായ ബ്രാഹ്മണന്റെ പദവിക്ക് ഒരു കോട്ടവും തട്ടാതെ അതേപടി തുടർന്നു. അദ്ദേഹത്തിൻ്റെ കൃഷ്ണോന്മുഖമായ ഭക്തിവാത്സല്യങ്ങൾ അനുദിനം വർദ്ധിച്ചു വന്നു. ഏതു കാര്യത്തിനു ചെലവഴിക്കുന്നു എന്നതനുസരിച്ച് അപകർഷത്തിനും ഉത്കർഷത്തിനും ഒരുപോലെ കാരണമായി ഭവിക്കുന്നതാണ് ഭൗതിക സമ്പത്ത്. വിഷയസുഖങ്ങൾക്കു വേണ്ടിയാണു ചെലവാക്കുന്നതെങ്കിൽ അപകർഷം തീർച്ച. ഭഗവത് സേവനത്തിനു വേണ്ടിയാണെങ്കിൽ അത് ഉത്കർഷത്തിനു നിദാനമാകുകയും ചെയ്യും. ഹരേ കൃഷ്ണ.